വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. എന്നാൽ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് ചുരങ്ങൾ എന്നാണ്. നമുക്കറിയാം ഈ ചുരങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലെ SCERT ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ്, PSC പ്രധാനമായും ചോദിക്കുന്ന ഓരോ പാഠഭാഗങ്ങളും, അതുപോലെ തന്നെ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം ഏതാണ്? ആലുവാമൊഴി ചുരമാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം ഏതാണ്? ആലുവാമൊഴി ചുരം. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളാണുള്ളത്? പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിൽ ഉള്ളത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരമാണ് ആലുവാമൊഴി ചുരം. പശ്ചിമഘട്ടത്തിൽ 16 ചുരങ്ങളാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ് അല്ലേ. പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം. ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? ആര്യങ്കാവ് ചുരം, ചെങ്കോട്ട ചുരം, കമ്പമേട്, ഉടുമ്പൻചോല, തേവാരം, താമരശ്ശേരി ചുരം. ആര്യങ്കാവ് ചുരം, ചെങ്കോട്ട ചുരം, കമ്പമേട്, ഉടുമ്പൻചോല, തേവാരം, താമരശ്ശേരി ചുരം. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്ന ചുരം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ് അല്ലേ. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ എങ്ങോട്ട് വരാണ്? ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്ക് കടത്തിവിടാണ്. അത് ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. ചോദിക്കാറുണ്ട് അല്ലേ, പാലക്കാട് ചുരത്തെ കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എന്താണ്? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം എവിടെയാണ്? നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശവും കൂടിയാണ് ഈ പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശമാണ് പാലക്കാട് ചുരം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കൊണ്ടുവരുന്നത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരമാണ് ഏറ്റവും വലിയ ചുരം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ഏതാണ്? പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും ഏതാണ്? പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും ഏതാണ്? പാലക്കാട് ചുരമാണ്. ഇനി പാലക്കാട് ചുരത്തിന്റെ വീതി എത്രയാണ്? പാലക്കാട് ചുരത്തിന്റെ വീതി 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. പാലക്കാട് ചുരത്തിന്റെ വീതി എത്രയാണ്? 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിന്റെ വീതി. 30 മുതൽ 40 കിലോമീറ്റർ വരെ.
പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. അപ്പോൾ നമ്മൾ പാലക്കാട് ചുരത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ എന്താണ് പറഞ്ഞത്? കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നതിൽ പ്രധാന പങ്കാളിക്കുണ്ട് പാലക്കാട് ചുരത്തിനുണ്ട്. ഇനി പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്ന എവിടേക്കാണെന്ന് നമ്മൾ പറഞ്ഞു? ഏതിനിടയിലാണ് നമ്മൾ പറഞ്ഞത്? നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്ന. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശവും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത് ഏതാണ്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിന്റെ വീതി എത്രയെന്ന് പറഞ്ഞു? 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. അതുപോലെ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ്? ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ്? പേരമ്പാടി ചുരമാണ്. പേരമ്പാടി ചുരം ഏതാണ്? ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH85. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH85. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട്. ചോദിക്കാറുണ്ട് കേട്ടോ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ്. അപ്പോൾ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH85. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാന ചുരങ്ങൾ നോക്കാം. ഇതുവരെ നമ്മൾ കേരളത്തിലെ ചുരങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇന്ത്യയിലെ പ്രധാന ചുരങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാമാ ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? നാമാ ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ് നാമാ ചുരം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബോലാൻ ചുരം. ബോലാൻ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബോലാൻ ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അസിർഗഡ് ചുരമാണ് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം. അപ്പം ഇതൊക്കെയാണ് പറഞ്ഞത്. നാമാ ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബോലാൻ ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അസിർഗഡ് ചുരം. നെക്സ്റ്റ്, ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗതത്തിന് അനുയോജ്യമായ ചുരം ഏതാണ്? ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗതത്തിന് അനുയോജ്യമായ ചുരം ഏതാണ്? ഉംലിംഗ്ല ചുരമാണ്. ഉംലിംഗ്ല ചുരമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗതത്തിന് അനുയോജ്യമായ ചുരം. ഉംലിംഗ്ല ചുരം. ലഡാക്കും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ലഡാക്കും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കാരക്കോറം. കാരക്കോറം. ലഡാക്കും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാരക്കോറം. ലഡാക്കും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കാരക്കോറം. നെക്സ്റ്റ്, കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തെ നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം കൂടിയാണ് പാലക്കാട് ചുരം. ബോർഗട്ട് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ബോർഗട്ട് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? മുംബൈ ടു പൂനെയാണ്. ബോർഗട്ട് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? മുംബൈ ടു പൂന. മുംബൈ, പൂന എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോർഗട്ട് ചുരം. മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാഥുല ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? നാഥുല ചുരം സിക്കിം ടു ടിബറ്റ് ആണല്ലോ. സിക്കിം ടു ടിബറ്റ് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നാഥുല ചുരമാണ്. സിക്കിം ടു ടിബറ്റ് ഏതാണ്? നാഥുല ചുരം. ലിപ്പുലേഖ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്?
ലിപ്പുലേഖ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് ആണ് അല്ലേ. ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നീ സ്ഥലങ്ങളെയാണ് ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ബോർഗട്ട് ചുരം എന്ന് പറയുന്നത് മുംബൈ ടു പൂനെയാണ് എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. നാഥുല ചുരം സിക്കിം ടു ടിബറ്റ്, ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡ്, ടിബറ്റ്. സോജില ചുരം ഏതൊക്കെ സ്ഥലങ്ങളാണ് ബന്ധിപ്പിക്കുന്നത്? സോജില ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗർ, കാർഗിൽ. സോജില ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗർ, കാർഗിൽ. അരുണാചൽ പ്രദേശും മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അരുണാചൽ പ്രദേശും മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ദിഹം ചുരമാണ്. അരുണാചൽ പ്രദേശും മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ദിഹം ചുരം. ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. അപ്പം ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ബനിഹാല്, അരുണാചൽ പ്രദേശും മ്യാൻമറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദിഹം ചുരം, ശ്രീനഗർ ടു കാർഗിൽ ചുരം ഏതാണ്? ശ്രീനഗർ ടു കാർഗിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സോജില ചുരം, ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ലിപ്പുലേഖ് ചുരം. ഇനി നാഥുല ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? സിക്കിം ടു ടിബറ്റ് ആണ്. സിക്കിം, ടിബറ്റ് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന നാഥുല ചുരം. മുംബൈ ടു പൂനെ ഏതാണ്? ബോർഗട്ട് ചുരം. മുംബൈ ടു പൂനെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ബോർഗട്ട് ചുരമാണ്. ലഡാക്ക് ചൈനയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാരക്കോറാം ചുരം. ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗതത്തിന് അനുയോജ്യമായ ചുരമാണ് ഉംലിംഗ്ല ചുരം. അതുപോലെ തന്നെ ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരമാണ് അസിർഗഡ് ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബോലാൻ ചുരമാണ്. അതുപോലെ തന്നെ നാമ ചുരം സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്തായിരുന്നു? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സുമായി വീണ്ടും കാണാം.